ഇനി നമുക്ക് ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെ ഏതൊക്കെ രീതിയിലാണ് ആരാധിക്കുന്നതെന്ന് നോക്കാം. നവരാത്രി ദിനങ്ങളിൽ ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആദ്യത്തെ ദിവസം നമ്മൾ ശൈലപുത്രി എന്ന ഭാവത്തിലാണ് ദേവിയെ ആരാധിച്ചു പോരുന്നത്. പർവ്വതരാജനായ ഹിമവാന്റെ മകളാണ് ശൈലപുത്രി. ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായാണ് ഈ ദേവിയെ നമ്മൾ ആദ്യത്തെ ദിവസം ആരാധിക്കുന്നത്. രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി എന്ന രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. സത്യത്തിന്റെയും തപസ്സിന്റെയും പ്രതീകമാണ് ദേവി ബ്രഹ്മചാരിണി. അറിവിനും ജ്ഞാനത്തിനും വേണ്ടിയാണ് ഈ ദേവിയെ ആരാധിക്കുന്നത്. മൂന്നാമത്തെ ദിവസം ദേവി ചന്ദ്രകണ്ഠ. മനസമാധാനത്തിന്റെയും ശക്തിയുടെയും ദേവിയാണ് ദേവി ചന്ദ്രകണ്ഠ. ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റാൻ ഈ ദേവി സഹായിക്കുന്നു. കൂഷ്മാണ്ഡ രൂപത്തിലാണ് 4-ാം ദിവസം ദേവിയെ ആരാധിച്ചു പോകുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദേവിയായി കൂഷ്മാണ്ഡയെ കണക്കാക്കുന്നു. ആരോഗ്യം, ഐശ്വര്യം എന്നിവയ്ക്കായി ദേവി കൂഷ്മാണ്ഡയെ നമ്മൾ ആരാധിച്ചു പോകുന്നു. 5-ാമത്തെ ദിവസം സ്കന്ദമാതാ രൂപത്തിലാണ് 5-ാമത്തെ ദിവസം നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. യുദ്ധദേവനായ സുബ്രഹ്മണ്യന്റെ അമ്മയാണ് സ്കന്ദമാത. സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതീകമായാണ് ദേവി സ്കന്ദമാതയെ നമ്മൾ ആരാധിക്കുന്നത്. നവരാത്രി ദിവസത്തിന്റെ 6-ാം ദിവസം ദേവിയെ കാർത്യായനി രൂപത്തിലാണ് ആരാധിക്കുന്നത്. തിന്മകളെ